അവർ ഇരുവരും ഒരു ശരീരമായി തീരും. അവർ ഒരു ശരീരമല്ലാതെ രണ്ടല്ല. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. മിശിഹായിലെ ഏറ്റവും സ്നേഹം അപ്പോൾ മാതാപിതാക്കന്മാരെ, വിവാഹപ്പെട്ട ബന്ധുമിത്രാദികളെ, സഹോദരി സഹോദരങ്ങളെ, അപ്പുവിൻ്റെയും ഫ്ലവറിൻ്റെയും ജോസഫിൻ്റെയും ഫ്ലവറിൻ്റെയും വിവാഹമെന്ന കർമ്മത്തിലേക്ക്, വിവാഹമെന്ന കൂടാശിയുടെ കർമ്മത്തിലേക്ക് നമ്മളെല്ലാവരും എത്തി നിൽക്കും. ഇവർക്ക് രണ്ടുപേർക്കും ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഇവരുടെ മാതാപിതാക്കന്മാരോടൊപ്പം തോമസിനും മറ്റു ബന്ധുമിത്രാദികളോടൊപ്പം ഈ ജീവിതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും നേരിടും. വിവാഹം എന്നത് നമുക്കറിയാവുന്നതുപോലെ, നമ്മളൊക്കെ പഠിച്ചു വച്ചിരിക്കുന്നത് പോലെ കൂദാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, നമ്മൾ കുർബാന കൈക്കൊള്ളുവാനായിട്ട് പഠിക്കുമ്പോൾ അദൃശ്യമായ പ്രസാദഫലത്തെ നൽകുകയും സൂചിപ്പിക്കുകയും ചെയ്യുന്ന ദൃശ്യമായ അടയാളമാണ് കൂദാശ. ദൈവത്തിന്റെ അദൃശ്യമായ പ്രസാദഫലത്തിന്റെ വഴികളായി അല്ലെങ്കിൽ അംബാസഡേഴ്സായി മാറുക എന്ന വലിയ ഒരു ദൗത്യം നിങ്ങളിത് കഴിഞ്ഞ ശേഷം എടുക്കുന്ന തീരുമാനത്തിൽ ഇന്നു മുതൽ മരണം വരെ സമ്പത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എല്ലാം അതായിരുന്നു കൊള്ളാമെന്ന് പറയുന്ന വലിയൊരു കൂദാശ, വലിയൊരു കർത്തവ്യത്തിലേക്ക്, വലിയൊരു ഉത്തരവാദിത്വത്തിലേക്കാണ് തമ്പുരാൻ നിങ്ങളെ ഇന്ന് കൊണ്ടെത്തിക്കുന്നത്. ഒരുപക്ഷെ വ്യത്യസ്തതകളും വ്യതിരിക്തതകളുമുള്ള അപ്പവും വിഷയും അപ്പവും വിഷയും വെച്ച് നിൽക്കുന്നത് ഈ ഒരു വലിയ വ്യത്യസ്തതകളും വ്യതിരിക്തതകളുമുള്ള ലോകത്തിൽ നിന്ന്, എന്റേതായ ലോകത്തിൽ നിന്ന് ഞങ്ങളുടേതായ ലോകത്തിലേക്ക് കടക്കുന്ന വലിയൊരു കർത്തവ്യം, അല്ലെ വലിയൊരു പ്രാർത്ഥനാ ജീവിതത്തിലേക്കാണ് നിങ്ങൾ നടക്കുന്നത്. കൂടുമ്പോൾ ഇമ്പകരമായ അനുഭവം ഉണ്ടാകുന്നതാണ് കുടുംബം എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. കൂടുമ്പോൾ ഇമ്പകരമായ അനുഭവം എന്ന് പറയുമ്പോൾ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പാട്ടിഷ്ടമുള്ളതായതുകൊണ്ട് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു ഗാനമേളയ്ക്ക് സദൃശമായിട്ട് ഒരുപക്ഷെ ഈ കൂടുമ്പോൾ ഇമ്പകരമായ അനുഭവത്തെ കണക്കാക്കും. അതായത് ഗാനമേള, നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമേള, അല്ലെങ്കിൽ നല്ല ഇഷ്ടപ്പെടുന്ന, നമുക്ക് കേൾക്കാൻ ഇമ്പകരമായ ഒരു ഗാനമേള എന്ന് പറഞ്ഞാൽ വ്യത്യസ്തതകളും വ്യതിരിക്തതകളുമുള്ള പല ഇൻസ്ട്രുമെന്റുകൾ ഒരുമിച്ച് സഹവസിക്കുമ്പോഴാണ് അതിന് മനോഹരമായ ഇമ്പകരമായ ഒരു സംഗീതമായി മാറുന്നത്. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ